ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്താണ് ക്ലാസ്സിലെ കാര്യം മറന്നുപോയോ? എന്ത് പറ്റി? ആ, ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് കമ്പൈൻഡ് ക്ലാസ് ആണല്ലേ മാത്സ്? മെക്കുമായിട്ട്. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. കുഴപ്പമില്ല. നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എല്ലാവരും വരട്ടെ. ഓക്കെ, 10 ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലാസ്സിലെ ഗേൾസൊക്കെ ഇവിടെ പോയി? മാത്സ് കഴിഞ്ഞ അവിടെ പോയോ? ഫോൺ വെച്ചിട്ട് പോയോ? അതോ ഇന്നില്ലാത്തതാണോ? ഇന്ന് 10 പ്രസൻ്റ് ഉള്ളൂ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പ്രസൻറ്റേഷൻ കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഓഡിബിൾ അല്ലെങ്കിൽ പറയണം കേട്ടോ. അത് പിന്നെയും പറയുന്നതിന് കാരണം ഞാൻ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് ലാപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ VI സിമ്മൊക്കെയാണ്, എപ്പോഴാണ് റേഞ്ച് കിട്ടാതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അപ്പൻ ആരെങ്കിലും വോയിസ് ഓൺ ആക്കി പറയാം, ലാഗൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മൊഡ്യൂളിൻ്റെ പേര് വേവ് ഒപ്റ്റിക്സ് എന്നാണ്. നമുക്കറിയാം, ആദ്യ ലൈറ്റിനെ കുറിച്ചൊരു തിയറി ഇറക്കിയത് ന്യൂട്ടനാണ്. ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ തിയറി ആയിരുന്നു. പക്ഷേ തോമസ് യങ് 1800s ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഇൻ ദാറ്റ് എക്സ്പെരിമെൻറ്റ് ഹി അലൗഡ് ലൈറ്റ് ടു ഫാൾ ത്രൂ ടു നിയർലി പ്ലേസ്ഡ് സ്ലിറ്റ്. 2 സ്ലിറ്റിൽ കൂടി ലൈറ്റ് പാസ് ചെയ്തു. ബട്ട് ഹി എക്സ്പെക്റ്റഡ് that more light will be seen on the screen, but he seen the consecutive dark and bright fringes or an interference pattern. തോമസ് യങ് 2 സ്ലിറ്റിൽ കൂടി അല്ലെങ്കിൽ 2 ഹോളിൽ കൂടി ലൈറ്റ് പാസ് ചെയ്തപ്പം തോമസ് യങ്ങിന് കിട്ടിയത് കോൺസിക്യൂട്ടീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ സർപ്രൈസിങ് റിസൾട്ട്. വൈ? ബിക്കോസ് ഒരു സ്ലിറ്റിൽ കൂടി ലൈറ്റ് ആഡ് ചെയ്തു, അപ്പം ലൈറ്റ് കണ്ടു സ്ക്രീനിൽ. പിന്നെ വേറൊരു സ്ലിറ്റിൽ കൂടി ആഡ് ചെയ്തു, അപ്പം കൂടുതൽ ലൈറ്റാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ ചില സ്ഥലത്ത് ഡാർക്ക്നെസ് ആണ് കണ്ടത്, അല്ലെങ്കിൽ ഇരുട്ട്. ലൈറ്റ് ദർ ഇസ് നോ ലൈറ്റ് ഇസ് അബ്സെന്റ് ഇൻ സർട്ടൈൻ പ്ലേസസ്. ഇറ്റ് ഈസ് എ സർപ്രൈസിങ് റിസൾട്ട്. ലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ചില സ്ഥലത്ത് ലൈറ്റ് പോവുക. വാട്ട് ഈസ് ദാറ്റ്? സോ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദാറ്റ്, ക്രിസ്ത്യൻ ഹൈജൻസ്, എ ഡച്ച് physicist, he proposed an idea that light moves in a medium in form of transverse wave. ലൈറ്റ് മൂവ് ചെയ്യുന്നത്, ഒരു മീഡിയത്തിൽ കൂടി മൂവ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ രൂപത്തിലാണ്. ഓക്കെ, അതായത് നമുക്ക്, ഓർ ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു വാട്ടർ റിപ്പിൾസ് ഇൻ വാട്ടർ. നമ്മുടെ വീട്ടിലെ കിണറ്റിൽ കല്ലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? വെള്ളത്തിൽ ചെറിയ ഓളം ഉണ്ടാവും, അല്ലെങ്കിൽ തിര പോലത്തെ സാധനം ഉണ്ടാവും. അതിൻ്റെ പേരാണ്, ഇംഗ്ലീഷിൽ പറയുന്നവരാണ് റിപ്പിൾസ്, വാട്ടർ റിപ്പിൾസ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു, അതായത് ഒരു സോഴ്സിൽ നിന്ന് പുറത്തായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട്. ഇപ്പോൾ ഒരു ബൾബ് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് വി ലൈറ്റ് അപ്പ് എ ബൾബ്, വി ക്യാൻ സേ അക്കോർഡിംഗ് ടു ഹൈജൻസ് തിയറി, ട്രാൻസ്വേഴ്സ് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പറയാം. സോ ദ ബേസിക് പ്രോപ്പർട്ടി ഈസ് ഹൈജൻ, അക്കോർഡിംഗ് ടു ഹൈജൻ, ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. സോ നമ്മൾ ഇനി ഇന്റർഫറൻസ് മനസ്സിലാക്കാൻ, എന്തുകൊണ്ട് തോമസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ interference pattern കിട്ടി? Why he got an interference pattern or alternate dark and bright fringes in Young's double slit experiment? So we are studying more about waves, studying more about transverse wave, if light is a transverse wave.
what happens if it is mixed up? അത് ആഡപ്പ് ചെയ്തെന്ന് സംഭവിക്കും. ആൻഡ് വാട്ട് ഈസ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ്? എന്താണ് പാത്ത് ഡിഫറൻസ്, എന്താണ് ഫേസ് ഡിഫറൻസ്? ഓക്കെ, അപ്പോൾ അത് ഫേസിൻ്റെ വേവിൻ്റെ ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ ശരിക്കും പഠിച്ചാൽ മാത്രമേ, എന്തുകൊണ്ട് തോമസ് യങ് അതുപോലുള്ള ഒരു പാറ്റേൺ കിട്ടി. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇൻ്റർഫറൻസ് ഇനി പഠിക്കാൻ പോകുന്ന ഇൻ്റർഫറൻസ് ഏതൊക്കെയാണ്? എയർ വെഡ്ജിൽ ഇൻ്റർഫറൻസ് ഉണ്ട്, തിൻ ഫിലിം ഇൻ്റർഫറൻസ്, ന്യൂട്ടൺസ് റിങ്, ഈവൻ ഡിഫ്രാക്ഷനിൽ പോലും നമ്മൾ വേവ് ഒപ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതായത് ലൈറ്റിലുള്ള ട്രാൻസ്വേഴ്സ് വേവ് ആണ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇനി മൊത്തം പഠിക്കാൻ പോകുന്നത്. സോ വി ആർ കൺസിഡറിങ് ദാറ്റ് ലെറ്റ് ദിസ് സ്ക്വയർ ബോക്സ് ബി എ സോഴ്സ് ഓഫ് വേവ്. ഈ കാണുന്ന സ്ക്വയർ ബോക്സ് ഒരു വേവിന്റെ സോഴ്സ് ആണെന്ന് എടുക്കട്ടെ. ആൻഡ് ലെറ്റ് ബി അനദർ വേവ് ആൻഡ് ദീസ് ടു വേവ്സ് ആർ ഇൻ ഫേസ്. ഈ രണ്ട് വേവ്സും, ലുക്ക് അറ്റ് ദിസ് റോസ് വേവ് ആൻഡ് വയലറ്റ് വേവ്, ആൻഡ് ദീസ് ടു വേവ്സ് ആർ ഇൻ ഫേസ്. ഈ രണ്ട് വേവ്സ് ഇൻ ഫേസ് ആണ്. കാരണം എന്താണ്? these two waves start from same position. Okay, before that ഒന്നും കൂടി പറയാം. നമുക്കൊരു വേവിനെ മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഹൗ ക്യാൻ യു മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ദിസ് വേവ്? ഈ വേവിനെ, ട്രാൻസ്വേഴ്സ് വേവിനെ മാത്തമാറ്റിക്കലി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? യെസ്, വി ക്യാൻ ഡിസ്ക്രൈബ് ദിസ് വേവ് ആസ് എ സൈൻ വേവ്. അതായത് നമ്മൾ സൈൻ ഫംഗ്ഷൻ y ഈക്വൽ ടു സൈൻ ഒമേഗ ടി എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഹൗ വി പ്ലോട്ട്? നമ്മൾ y ആക്സിസിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് വൈയും എക്സ് ആക്സിസിൽ ടൈം ടീം പ്ലോട്ട് ചെയ്താൽ വാട്ട് വി ഗെറ്റ്? വി ഗെറ്റ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്, ആൻഡ് ദിസ് ഈസ് എ സൈൻ വേവ്. ഇതാണ് സൈൻ വേവ്. സോ ട്രാൻസ്വേഴ്സ് വേവ് ലുക്ക് ലൈക്ക് എ പ്ലോട്ട് ഓഫ് സിനുസോയിഡൽ ഫംഗ്ഷൻ, ഓർ വി ക്യാൻ കോൾ ദിസ് ട്രാൻസ്വേഴ്സ് വേവ് എസ് എ സൈൻ ഫംഗ്ഷൻ. സോ എങ്ങനെയാണ് ഈ വേവ് നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്? സോ വേർ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? ഇറ്റ് സ്റ്റാർട്ട്സ് ഓൺ എ മിനിമം പൊസിഷൻ. അതായത് വേവ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്തു. വാട്ട് ഈസ് സൈൻ സീറോ? ടി ഈക്വൽ ടു സീറോ. സൈൻ സീറോ സീറോ ആണ്. when at what angle the sine will give maximum value? Sine maximum value 1 തരുന്ന വാല്യൂ ഏതാ? pi by 2. So we increase the angle up to pi by 2 and we get a value plus 1. And again increasing the angle pi by 2 കഴിഞ്ഞ് pi എത്തുന്ന സമയത്ത് again the angle is decreasing, and pi എത്തുന്ന സമയത്ത് what is the sin pi? We get 0. Okay, then again we increasing the angle, what we get? We get the another extreme value of sine function minus 1, and we when reaching sin pi പിന്നെയും ആംഗിൾ കൂട്ടി sin 2 pi എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ what we get? Again we get sin 2 pi equal to 0. That means a sine function can be plotted by like this, because it oscillates between value plus 1 and minus 1. Okay, and we know ഇപ്പോൾ ഒരു കംപ്ലീറ്റ് വേവ്, ഒരു ലുക്ക് അറ്റ് ദിസ്, ഞാനിവിടെ ഈ പോയിന്റർ നിങ്ങൾക്ക് കാണല്ലേ, ഈ പോയിന്ററും ഇവിടെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഒരു കംപ്ലീറ്റ് ഈ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഈ പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് വേവ് നമ്മൾ മൂവ് ചെയ്തു. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ആംഗിൾ കവേർഡ് ഇൻ ദാറ്റ്? വാട്ട് ഈസ് ദ ഫേസ് കവേർഡ്? നമ്മൾ കവർ ചെയ്യുന്ന ഫേസ് എത്രയാണ്? ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ്സ് എ ആൻഡ് ദിസ് പോയിന്റ് ബി? ഈ പോയിന്റ് ബിയും ഈ പോയിന്റ് എയും ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2 pi. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ആംഗിൾ മൂവ് ചെയ്തു? 2 pi ആംഗിൾ മൂവ് ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ്? നമ്മൾ എത്ര വേവ് ആണ് കവർ ചെയ്തത്? നമ്മൾ ഒറ്റൊരു സൈക്കിളെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, ഒറ്റൊരു വേവേ കവർ ചെയ്തിട്ടുള്ളൂ. സോ ദ വേവ് ലെങ്ത് ഈസ് ലാംഡ. ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലാംഡ. ഓർ വാട്ട് ഈസ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സം ടൈം പീരീഡ്, ഒരു ടൈം പീരീഡിൽ നമ്മുടെ വേവ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷനിൽ നമ്മുടെ വേവ് ഡിസ്റ്റർബൻസ് എത്രത്തോളം ദൂരം സഞ്ചരിച്ചു, അതാണ് ലാംഡ. സോ 1 ലാംഡ അല്ലെങ്കിൽ ഈ പാത്ത് ഡിഫറൻസ്, അതായത് ബിയും എയും തമ്മിലുള്ള ദൂരം എത്രയാണ്? ഒരു ലാംഡയാണ്. അതാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ when we completing a 2 pi phase difference, if the phase difference between the points A and B is 2 pi, it corresponds to a path difference of lambda. Okay, ഒന്നുകൂടി പറയാം. 2 pi phase difference equal to lambda path difference. So we can say, അപ്പോൾ ഇതിൽ നമുക്ക് ഫേസ് ഡിഫറൻസിന് ഇക്വേഷൻ കണ്ടുപിടിക്കും. That gives phase difference equal to നമ്മൾ മൊത്തം 2 pi കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് 1 ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു ലാംഡ ബൈ 2 pi ഡിഫറൻസ്. ഓക്കെ, നിങ്ങളുടെ ഗൈഡിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. സോ ഓക്കെ,
ഇത് കൺസിഡർ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഫേസ് ഡിഫറൻസ് എന്താണ്, ഫേസ് ഡിഫറൻസ് എന്താണ്, പാത്ത് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞത്. അതായത് 2π ഫേസ് ഡിഫറൻസ്, ഫേസ് കവർ ചെയ്യുമ്പം ലാംഡ പാത്ത് കവർ ചെയ്യുകയും. സോ ഓക്കെ, ലീവ് എവറിത്തിങ്, ഈ സാധനങ്ങൾ ലീവ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞാണ്. നൗ yesterday we learned about what is constructive interference. Here we have two waves, let's say wave 1 and wave 2. Okay, when we add up two wave, ഈ രണ്ട് വേവ് ആഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓക്കെ, ലുക്ക് അറ്റ് ഹിയർ. നമ്മൾ ആഡ് അപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഈ വേവിന്റെ മുകളിൽ മറ്റേ വേവ് കൊണ്ടുവച്ചു. എന്ത് സംഭവിക്കും? അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്? These two waves will add up. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഈ രണ്ട് വേവും ആഡ് അപ്പ് ചെയ്യും. Or the displacement or the displacement of resultant wave will be the vector sum or algebraic sum of the displacement of each individual wave. അതായത് ഓരോ ഇനി ഉണ്ടാകുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇല്ലേ, ഈ ആരോ മാർക്ക്, ഇപ്പോൾ വയലറ്റ് ആരോ മാർക്കും റോസ് ആരോ മാർക്കും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ഈ രണ്ട് വേവ് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, we will get that a resultant wave with bigger amplitude. ആ രണ്ട് വേവ് ഇൻ ഫേസിലുള്ള രണ്ട് വേവ് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആഡപ്പ് ചെയ്തായിരിക്കും. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവിന്റെ വെക്ടർ, ഇൻഡിവിജ്വൽ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വെക്ടർ സം ആയിരിക്കും. ഓക്കെ, നൗ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഒന്നും കൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നത് മാത്രം. Okay, consider another wave. Let this be wave 1, this be wave 3. Okay, and this wave 3 is an out of phase, pi out of phase and pi phase difference ഉണ്ട് ഈ ഫസ്റ്റ് വേവിന് 3 വേവിനേക്കാളും. There is a phase difference of pi. Because why? Because look at this first wave, wave 1. It start from the position. ഇപ്പോൾ സൈൻ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സൈൻ 0 എന്ന പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു. ഹിയർ വി ഹാവ് സൈൻ പൈ ബൈ 2, ഹിയർ സൈൻ പൈ ആൻഡ് ഗോസ് ഓൺ. ഹിയർ the wave starts at the position sin pi എന്ന വാല്യൂലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ അങ്ങനെയാണ് അത് പറയാൻ പറ്റുക? ബിക്കോസ് ലുക്ക് അറ്റ് ദ വേവ് പിന്നെ പോകുന്നത് അടിയിൽ ടു ദ ലോവർ എക്സ്ട്രീം. ഇത് വേവ് ട്രാവൽസ് ടു ലോവർ എക്സ്ട്രീം സൈൻ 2π by 3 അല്ലെങ്കിൽ 2 sin 270 എന്ന വാല്യൂയിലേക്കാണ് പോകുന്നത്. സോ വി ക്യാൻ സേ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ് ആർ pi, or we can call wave 3 as a pi shifted wave. നമുക്ക് wave 3 നെ pi shifted wave എന്ന് വിളിക്കാം. സോ ഇങ്ങനെ വിളിക്കുന്നൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. The most important thing is if we add up these two waves, ഇങ്ങനെ രണ്ട് വേവിനെ നമ്മൾ ആഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ആഡ് അപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ വേവിന്റെ മുകളിൽ ഈ വേവ് കൊണ്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? യെസ്, വി സീൻ ദാറ്റ് ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വേവ്, അതായത് റിസൾട്ട് ഇത് രണ്ട് വേവും കൂടുമ്പോൾ വേറൊരു വേവ് റിസൾട്ടന്റ് വേവ് കിട്ടണല്ലോ. ആ റിസൾട്ടന്റ് വേവ് അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വേവ്? ടേക്ക് ദ ആൾജിബ്രൈക് സം ഓഫ് ഓൾ ദി ഡിസ്പ്ലേസ്മെന്റ്. ഓരോ പൊസിഷനിലെയും ഡിസ്പ്ലേസ്മെന്റ് ആൾജിബ്രൈക് സം എടുക്കുക. സംഭവിക്കും, ക്യാൻസൽ ഔട്ട് ചെയ്തു. ബിക്കോസ് വെക്ടർ സം, ആൾജിബ്രൈക് സം വെക്ടർ സം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി എന്ന് മാത്രം വ്യത്യാസമുള്ളൂ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഹിയർ? ഹിയർ look at this green arrow and look at this the green arrow downward. Okay, what happens here is all the displacement will be cancelled out due to vector addition and we get a straight line. Or there is no wave, there is darkness. നമുക്ക് രണ്ട് വേവ് ആഡ് പൈ ഷിഫ്റ്റഡ് വേവ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് ഡാർക്ക്നെസ് ആയിരിക്കും. ആൻഡ് സച്ച് എ ഫിനോമിന ഈസ് കോൾഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. സോ മുകളിൽ കണ്ടു നമ്മൾ ഈ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താണ്, താഴെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താണെന്ന് കണ്ടു. ഓക്കെ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞാണ്. ഓക്കെ, ഒന്നും കൂടി റിവൈസ് ചെയ്തു. ഇനി ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് വെയിറ്റ്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ പോകുന്നത്. ഓക്കെ, മെയിൻലി ഇന്റർഫറൻസിന്റെ പ്രിൻസിപ്പിളിലേക്ക് പറയാം. വാട്ട് ഈസ് ദ മെയിൻ പ്രിൻസിപ്പിൾ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇന്റർഫറൻസ് തമ്മിൽ എന്തുകൊണ്ട് ഇത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്നു? വൈ ഇറ്റ് ഈസ് റിലേറ്റഡ്? ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ഏതൊരു ഇന്റർഫറൻസ് ഫിനോമിന വെച്ചുള്ള ഏതൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റും അല്ലെങ്കിൽ എയർ വെഡ്ജ്, ന്യൂട്ടൺസ് റിംഗ്, തിൻ ഫിലിം, എവറിത്തിങ്, എല്ലാ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഇന്റർഫറൻസ്, എങ്ങനെയാണ് നമുക്ക് ഡാർക്കും ബ്രൈറ്റും ഫ്രിഞ്ച് കിട്ടുന്നത് മനസ്സിലാവും. ഓക്കെ, കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. കൺസിഡർ ദിസ് ഈസ് വേവ് സോഴ്സ് 2. ഇതൊരു വേവ് സോഴ്സ് 2 അല്ലെങ്കിൽ റെഡ് വേവ്. ലെറ്റ്സ് കോൾ ഇറ്റ് റെഡ് വേവ്. ഓക്കെ, ലെറ്റ് ദിസ് ബി എ ലൈറ്റ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഫ്രം എ സോഴ്സ് ആൻഡ്
റിസീവർ, ദർ വി ഹാവ് എ റിസീവർ. നമ്മൾ ഒരു റിസീവറിൽ ഈ വേവ് സോഴ്സ് ചെയ്യുന്നു. ദിസ് റിസീവർ ക്യാൻ ബി എനിത്തിങ്, അവർ ഐ, അവർ ഇയർ, ഓർ എ സ്ക്രീൻ. ഈ റിസീവർ എന്തോ ആവും, നമ്മളിപ്പോൾ ഇമേജ് കാണുമ്പോൾ നമ്മുടെ കണ്ണാവാം റിസീവർ, അല്ലെങ്കിൽ ഇതൊരു സൗണ്ട് വേവ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇയർ ആവാം, ചെവി ആവാം റിസീവർ, ഓർ ഒരു ഇമേജ് ഫോം ചെയ്യുന്ന സ്ക്രീൻ ആവാം റിസീവർ. ഡോണ്ട് കെയർ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വേവ്, ഒരു സോഴ്സിൽ നിന്ന് ഒരു ട്രാൻസ്ഫേഴ്സ് വേവ്, ഒരു ലൈറ്റ് ട്രാൻസ്ഫേഴ്സ് വേവ് ആണെങ്കിൽ ഒരു ട്രാൻസ്ഫേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് റിസീവറിലേക്ക് എത്തുന്നു. ഓക്കെ, നൗ വി ഹാവ് എ വേവ് ഇൻ ഫേസ് വിത്ത് വേവ് വൺ. അത് വേവ് വണ്ണിൻ്റെ അതേ ഫേസിൽ തുടങ്ങുന്ന ഒറിജിനലിലെ ഫേസ് സെയിം ആയ ഒരു വേവ് കൂടെയാണ്. ഓക്കെ, വാട്ട് വൈ സൂപ്പർ ഇമ്പോസ് ഈച്ച് അതർ. നമ്മളിത് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? constructive interference happen, and the receiver or the screen placed here will get a bright, അല്ലെങ്കിൽ ലൈറ്റ് മാക്സിമം ഇൻറ്റൻസിറ്റി റിസീവറിന് കിട്ടും. ബിക്കോസ് രണ്ട് വേവിലും ലൈറ്റ് ആണ്. ലൈറ്റ് റിസൾട്ടൻ്റ് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഓരോ ഇൻഡിവിജ്വൽ വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡിൻ്റെ വെക്റ്റർ സമ്മോ അല്ലെങ്കിൽ ആൾജിബ്രൈക് സമ്മോ എന്ത് വേണമെങ്കിൽ പറയാം ആയിരിക്കും. സോ constructive interference will happen. And now listen, now if I move this second wave, that means wave number 1 towards this side, ഞാൻ ഈ വേവ് രണ്ടാമത്തെ വേവിന് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? എത്ര മൂവ് ചെയ്ത്? ലാംഡ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിക്കുക. വേവ് 1 ഇവിടെയുണ്ട്. ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നമ്മൾ ഈ ഒന്നാമത്തെ വേവ് രണ്ടാമത്തെ വേവിന് മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ, literally speaking, when we adding up wave 1 and wave 2 or superimposing wave 1 and wave 2, what happens? Constructive interference happens. Now I am moving this green wave a distance lambda towards the right side. ഞാൻ ഈ ഗ്രീൻ വേവ് ഒരു ലാംഡ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. ഓക്കെ, സോറി, ഓക്കെ, ഞാൻ ഈ ഗ്രീൻ വേവ് എത്ര ഡിസ്റ്റൻസാണ് മൂവ് ചെയ്ത്? ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ നേരത്തെ വേവ് സോഴ്സ്, ഗ്രീൻ വേവിൻ്റെ സോഴ്സ് ഇവിടെ ആയിരുന്നു. നൗ ഐ മൂവ് ദിസ് വേവ് എ ലാംഡ ഡിസ്റ്റൻസ്. ഓക്കെ, നൗ ദ സോഴ്സ് ഈസ് ഹിയർ. ഇപ്പോൾ ഈ ഗ്രീൻ വേവ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, നേരത്തെ തുടങ്ങിയിരുന്നത് ഇവിടെ നിന്നാണ്, നേരത്തെ ആദ്യത്തെ പൊസിഷനിൽ. നൗ ഐ മൂവ് എ ഡിസ്റ്റൻസ് ലാംഡ. ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത് ആണ്. ലുക്ക് അറ്റ് ദിസ് റെഡ് വേവ്. ഞാൻ എത്ര ഡിസ്റ്റൻസാണ് മൂവ് ചെയ്ത്? ഈ റെഡ് വേവിൻ്റെ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു 2π ഫേസ് ആണ് ഞാൻ മൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേവ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് ലാംഡ ഞാൻ മുമ്പോട്ട് മൂവ് ചെയ്തു എന്ന് വിചാരിച്ചാൽ, നൗ വാട്ട് ഹാപ്പൻസ്? നൗ ഓൾസോ വി ഗെറ്റ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇപ്പോഴും വേവ് ആഡപ്പ് ചെയ്യാണ്. അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഡിസ്പ്ലേസ്മെന്റ് ആഡപ്പ് ചെയ്യാണ്. Now also we get a constructive interference. That means we get bright or light with maximum intensity at receiver. Okay, so when we have a distance between these two waves is equal to lambda, we get constructive interference. അല്ലെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലെ ഭാഷയിൽ പറഞ്ഞാൽ, when the path difference between these two waves is lambda, ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലാംഡ എന്നായിരിക്കും. when the path difference between these two waves is 0, we get a constructive interference, and now have lambda, we get constructive interference. ഓക്കെ, ഒന്നും കൂടി മലയാളത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, ഈ രണ്ടാമത്തെ വേവ് അല്ലെങ്കിൽ റെഡ് വേവിന് റിസീവറിലെത്താൻ ഗ്രീൻ വേവ് 1നേക്കാൾ എത്ര ദൂരം അധികം സഞ്ചരിക്കേണ്ടി വന്നു? അതിനെയാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ ഒന്നുകൂടി പറയാം. ഈ റെഡ് വേവിന്, അതായത് വേവ് നമ്പർ 2വിന് ഗ്രീൻ വേവ് നമ്പർ 1നേക്കാളും എത്രയധികം ദൂരം ഈ റിസീവറിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് പൊസിഷനിലേക്ക് എത്താൻ സഞ്ചരിക്കേണ്ടി വന്നു? നമ്മൾ ലാംഡ ഡിസ്റ്റൻസ് ആണ് മുമ്പോട്ട് മൂവ് ചെയ്ത്, അതുകൊണ്ട് നമുക്കറിയാം ഗ്രീൻ വേവ്, അതായത് റെഡ് വേവിന് ഗ്രീൻ വേവിനേക്കാളും ലാംഡ ഡിസ്റ്റൻസ് മുന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. ദാറ്റ് ഈസ് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു ലാംഡ. അതാണ് പാത്ത് ഡിഫറൻസ്. നമ്മൾ ലാംഡ മുന്നോട്ട് നീക്കിയതുകൊണ്ട് നമുക്ക് പറയാം പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. So that we get, when path difference equal to lambda, we get constructive interference. And when എന്തുകൊണ്ടാണ് പാത്ത് ഡിഫറൻസ് 0 ആകുമ്പോഴും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെന്ന് പറഞ്ഞത്? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ ഈ ഗ്രീൻ വേവിനെ തിരിച്ച് ഇവിടെ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചു, അപ്പോഴും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പം പാത്ത് ഡിഫറൻസ് എത്രയാ? ഈ ഗ്രീൻ, ഓക്കെ ഒന്ന് നോക്കണം, ഓക്കെ, ഈ ഗ്രീൻ വേവ് ഞാൻ ഇവിടെ വീണ്ടും കൊണ്ടുവച്ചു. ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ലേ നടക്കുക. ഓക്കെ,
അപ്പോൾ ഈ ഗ്രീൻ വേവിന് റെഡ് വേവിനേക്കാൾ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു? അല്ലെങ്കിൽ തിരിച്ച് റെഡ് വേവിന്, വേവ് നമ്പർ 2 വേവ് നമ്പർ 1 എത്ര ദൂരം സഞ്ചരിക്കണം? ഒന്നും സഞ്ചരിക്കേണ്ട, കാരണം രണ്ടും ഒരേ ഡിസ്റ്റൻസിലാണ്. സോ ദ പാത്ത് ഡിഫറൻസ് ഈസ് സീറോ. ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് സീറോ. പാത്ത് ഡിഫറൻസ് സീറോ ആകുമ്പോൾ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടി, അല്ലെങ്കിൽ വേവ് ആഡപ്പ് ചെയ്തു, മാക്സിമം ഇന്റൻസിറ്റി ഉള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള വേവ് കിട്ടി. നൗ വി മൂവ് എ ഡിസ്റ്റൻസ് ലാംഡ ഡിസ്റ്റൻസ് മൂവ് ചെയ്തപ്പോഴും നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടി. നൗ വി മൂവ് എ ഡിസ്റ്റൻസ് 2 ലാംഡ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാണ്. ഓക്കെ, വെയിറ്റ്. നൗ വി ആഡ് എ ഡിസ്റ്റൻസ്, ഇവിടം വരെയുള്ള നേരത്തെ മൂവ് ചെയ്തു, ഇവിടുന്ന് വീണ്ടും തുടങ്ങി ഒരു ലാംഡ ഡിസ്റ്റൻസും കൂടി മൂവ് ചെയ്തു. ഓക്കെ, സോറി, ഒരു ലാംഡ ഡിസ്റ്റൻസും കൂടി മൂവ് ചെയ്തു. അതായത് ടോട്ടലായിട്ട് 2 ലാംഡ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പോഴും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടുന്നു. Okay, similarly, if we move a distance of 3 lambda, we will get constructive interference. That means if we move a distance 0 lambda, 3 lambda, 2 lambda, 3 lambda, and up to some integer n lambda, we will get constructive interference. Okay, മനസ്സിലായല്ലോ? ഓക്കെ, അതായത് നമ്മുടെ പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേവിന് മറ്റേ വേവിനേക്കാളും എത്രയധികം ദൂരം നമ്മുടെ ഏതെങ്കിലും ഒരു റിസീവറിലേക്ക് അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണം എന്നതാണ് പാത്ത് ഡിഫറൻസ്. മലയാളത്തിൽ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഓക്കെ എന്താണ് പാത്ത് ഡിഫറൻസ് എന്ന് നമ്മുടെ തലയിൽ കൺസെപ്റ്റ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ഡെഫിനേഷൻ മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് കാര്യമില്ല. സോ മലയാളത്തിൽ പറഞ്ഞതാണ് ഒരു വേവിനേക്കാളും മറ്റേ വേവിന് എത്രയധികം ദൂരം സഞ്ചരിക്കണം. path, that is path difference. So when path difference equal to 0, അതായത് രണ്ട് വേവും ഒരേ പൊസിഷനിൽ തുടങ്ങുമ്പോൾ we get constructive interference. And if path difference equal to lambda കുറച്ച് മൂവ് ചെയ്തു, ലാംഡ അധികം ദൂരം സഞ്ചരിക്കണം വേവ് 2-ന്, we also get constructive interference. When taking 2 lambda, 3 lambda, we get constructive interference. That means if n is an integer which is 0, 1, 2, 3, and if we get path difference in terms of n lambda, where n is an integer, we get constructive interference. Okay, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. Now take this wave, ഈ വേവിനെ തിരിച്ച് നമ്മുടെ ആദ്യത്തെ പൊസിഷനിൽ തന്നെ കൊണ്ടുവരാം. ഓക്കെ, സോറി. ഓക്കെ, ഇപ്പൊ വേവ് രണ്ടും തുടങ്ങുന്ന ഒരേ പൊസിഷനിൽ നിന്നാണ് at some point O. Now I move the second wave the first wave, green wave, a distance lambda by 2. ഞാനൊരു ഡിസ്റ്റൻസ് ലാംഡ ബൈ 2 മൂവ് ചെയ്യുന്നു ഫസ്റ്റ് വേവിന്. അതായത് ലാംഡ ബൈ 2 എന്ന് പറയാൻ നോക്ക് എവിടുന്ന സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, ഗ്രീൻ വേവ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്ന ഈ പോയിന്റിൽ നിന്നായിരുന്നു. നൗ ഗ്രീൻ വേവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സ്ക്വയർ ബോക്സ് അല്ല, വേവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നോക്ക്. നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഈ പോയിന്റിൽ നിന്നായിരുന്നു. നൗ ഐ മൂവ് എ ഡിസ്റ്റൻസ് ലാംഡ ബൈ 2. എന്തുകൊണ്ട് ലാംഡ ബൈ 2 എന്ന് പറയുന്നത്? ബിക്കോസ് ഇതൊരു പീക്കാണ്. ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത് കണ്ടോ, എൻ്റെ പോയിന്റർ മൂവ് ചെയ്യുന്ന സ്ഥലമാണ് ഒരു കംപ്ലീറ്റ് വേവ്. ഇപ്പോൾ ഒരു മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ലാംഡ ബൈ 2 ആണ്. ഓക്കെ, നൗ ഐ മൂവ് എ ഡിസ്റ്റൻസ് lambda by 2. What happens? Look here. When lambda by 2, what happens? Destructive interference happens. ഇത് സംഭവിക്കുന്നത് എന്താണ്? വേവ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു, ഓരോ പൊസിഷനിലും ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. ആൻഡ് ദ റിസീവർ വിൽ നൗ റീച്ച് എ ഡാർക്ക് ഫ്രിഞ്ച്. ഇപ്പൊ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു, ഈ വേവ്സ് എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നു. അതിന്റെ അർത്ഥം റിസീവറിൽ ലൈറ്റ് ഒന്നും റിസീവ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഡാർക്ക്നെസ് ആയിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, when the path difference between the wave number 2 and 1 is lambda by 2. അല്ലെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടി പാത്ത് ഡിഫറൻസിന്റെ ടേംസിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് വേവ് നമ്പർ 2വിനേക്കാൾ വേവ് നമ്പർ 1നേക്കാളും, അതായത് ഈ ഗ്രീൻ വേവിനേക്കാളും ഈ വേവ് നമ്പർ 2 റെഡ് വേവിന് എത്രയധികം ദൂരം റിസീവറിലേക്ക് സഞ്ചരിക്കണം? ലാംഡ ബൈ 2 ദൂരം സഞ്ചരിക്കണ്ടേ, കാരണം ഈ ഡിസ്റ്റൻസിലല്ല ഇത് ഇരിക്കുന്നത്. സോ ലാംഡ ബൈ 2 ദൂരം സഞ്ചരിക്കണം റെഡ് വേവിന് ഗ്രീൻ വേവിനേക്കാളും. അതാണ് പാത്ത് ഡിഫറൻസ്. സോ വെൻ പാത്ത് ഡിഫറൻസ് ഈക്വൽ ലാംഡ ബൈ 2, വി സീ ദാറ്റ് destructive interference happen. So when delta L is equal to lambda by 2, destructive interference happens. Now we are moving this green wave again to a position, and here we have lambda constructive interference. Then we move to the position 3 lambda by 2. നമ്മൾ 3 lambda by 2 എന്ന പൊസിഷൻ മൂവ് ചെയ്യുന്നു. അതായത് നോക്കാം,
ഇവിടെ λ/2 മൂവ് ചെയ്തു. ഈ λ/2ൽ നിന്ന് ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത്തും കൂടി അങ്ങോട്ട് കംപ്ലീറ്റ് വേവ് ലെങ്ത്തും കൂടി മൂവ് ചെയ്യണം. ഒരു ലാംഡയും കൂടി അധികം മൂവ് ചെയ്തു. സോ ടോട്ടലായിട്ട് എത്ര മൂവ് ചെയ്തു? 3 λ/2. Now look, when we move the wave 3 λ/2 distance, destructive interference happens. അതായത് വേവ് 1ന് അല്ലെ വേവ് 2ന്, റെഡ് വേവിന് വേവ് 1 ഗ്രീൻ വേവിനേക്കാളും 3 λ/2 ദൂരം റിസീവറിലേക്ക് എത്താൻ സഞ്ചരിക്കണം, മൂവ് ചെയ്യണം. That means path difference between wave 1 and wave 2 is now 3 λ/2. And what happens? Destructive interference happens. Now receiver does not receive any light. അല്ലെങ്കിൽ വേവ് മൊത്തം ക്യാൻസൽ ഔട്ട് ചെയ്ത് we will get a straight line. അല്ലെങ്കിൽ we will get minimum intensity at receiver. കൺസിഡർ ഇപ്പോൾ ഈ റെഡ് വേവിൻ്റെയും ഗ്രീൻ വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ഏകദേശം സെയിം ആണെങ്കിൽ കംപ്ലീറ്റ്ലി ക്യാൻസൽ ഔട്ട് ചെയ്തു, 0 ആയിപ്പോകും. അതായത് ഡാർക്ക്നെസ് ആയിരിക്കും റിസീവറിൽ കിട്ടുക. ഓക്കെ, so now we get that when the path difference between two waves is λ/2, 3 λ/2, അത് ഇനി 5 λ/2 മൂവ് ചെയ്താൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. 2n+1 λ/2 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ we will get destructive interference. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, when path difference delta L is equal to some n lambda, we get constructive interference, or we will get some bright fringe in receiver or the position or the target, we get constructive interference. That means you will get a bright spot അല്ലെങ്കിൽ ലൈറ്റ് കിട്ടും സ്ക്രീനിൽ. or if the path difference is the multiple of λ/2 or in the form of some 2n+1 λ/2 where n is equal to 0, 1, 2, 3, we get destructive interference. That means we get a minimum light with minimum amplitude, or we get exact darkness. Okay, so ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും why തോമസ് യങ് ഗോട്ട് interference fringes or alternate dark and bright fringe കിട്ടിയെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഹൗ? ഓക്കെ, അപ്പോൾ തോമസ് യങ് എന്താ ചെയ്തേ? Thomas Young's experience look like this. Okay, Thomas Young passed light through some slit A, slit A-യിലും slit B-യിലും ലൈറ്റ് പാസ് ചെയ്തു. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, now കൺസിഡർ ദിസ് സെൻട്രൽ സ്പോട്ട്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റ് എയുടെയും ബിയുടെയും സെൻട്രൽ പോയിന്റ് കൺസിഡർ ചെയ്യാം, സം O. ഓക്കെ, എന്ത് സംഭവിക്കും? അക്കോർഡിംഗ് ടു ഹൈജൻസ് തിയറി, ഇഫ് ലൈറ്റ് ഈസ് എ വേവ്, ദ ലൈറ്റ് വേവ് വിൽ ട്രാവൽ ടു ദ പോയിന്റ് O, and similarly light wave from B travel to point O. അതായത് ഹൈജൻ്റെ തിയറി വെച്ച്, ക്രിസ്ത്യൻ ഹൈജൻസിൻ്റെ തിയറി വെച്ച് ലൈറ്റ് ഒരു വേവ് ആണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ട്രാൻസ്വേഴ്സ് വേവ് ഓയിലേക്കും ബിയിൽ നിന്ന് ട്രാൻസ്വേഴ്സ് വേവ് ഓയിലേക്കും സഞ്ചരിക്കും, എല്ലായിടത്തേക്കും മൂവ് ചെയ്യും. പക്ഷേ വി ആർ നൗ കൺസിഡർ ദിസ് പോയിന്റ് O. ഓക്കെ, നൗ വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? AO എന്ന വേവിൻ്റെയും BO എന്ന വേവിനും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്ര? അല്ലെങ്കിൽ എ സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവിനേക്കാൾ ബി സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവ് എത്ര അധികം സഞ്ചരിക്കണം? ഒരു ദൂരം സഞ്ചരിക്കേണ്ട, കാരണം ഇറ്റ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി സെയിം ലെങ്ത് ആണ്. സോ ദാറ്റ് മീൻസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്, രണ്ട് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു 0. ഓക്കെ, when path difference delta L is equal to 0, what is the condition? നമ്മൾ നേരത്തെ പഠിച്ചു, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ദാറ്റ് മീൻസ് we will get a bright spotted center. നമുക്ക് സെന്ററിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. we will get a bright spotted center. അതാണ് തോമസ് യങ്ങിന് കിട്ടിയത്. തോമസ് യങ്ങിന് സെന്ററിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടി. സോ ഹൈജന്റെ വേവ് തിയറി വെച്ച് നമുക്ക് ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഇഫ് യു മൂവ്, നമ്മൾ കുറച്ച് ദൂരം മുകളിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, ടേക്ക് എ പോയിന്റ് ബി. നമ്മൾ പോയിന്റ് പി എടുത്തു കഴിഞ്ഞു. നൗ ദ വേവ് വിൽ ട്രാവൽ ഫ്രം എ ടു പി. വേവ് എയിൽ നിന്ന് പിയിലേക്കും ട്രാവൽ ചെയ്യും. സിമിലർലി ബിയിൽ നിന്നും ഒരു വേവ് അല്ല, ഒരുപാട് വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യും. ഓക്കെ, നൗ വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ലെറ്റ് ടേക്ക് ബി പി മൈനസ് എ പി. എയിൽ നിന്ന് പിയിലേക്ക് സഞ്ചരിക്കുന്ന വേവിനേക്കാളും ബിയിൽ നിന്ന് വരുന്ന വേവ് എത്രയധികം സഞ്ചരിക്കണം? യെസ്, now we see that the line BP or the wave BP is larger than AP. അതായത് ബിയിൽ നിന്ന് വരുന്ന ട്രാൻസ്വേഴ്സ് വേവ് എയിൽ നിന്ന് വരുന്ന ട്രാൻസ്വേഴ്സ് വേവിനേക്കാൾ അധികം ദൂരം സഞ്ചരിക്കണം. സോ we get that there exists a
path difference. Now there is a path difference, and if that path difference is the multiple of lambda by 2, so consider ഈ പൊസിഷനിൽ ഈ രണ്ട് വേവ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, അതായത് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? when path difference equal to lambda by 2, what is the condition we learned above? Destructive interference. We will get a destructive interference. We will get a dark spot. Now തോമസ് എങ്ങനെയുള്ള ഉത്തരം കിട്ടി. അതായത് എന്തുകൊണ്ട് നമുക്ക് ലൈറ്റ് ആഡപ്പ് ചെയ്യുമ്പം എന്തുകൊണ്ട് ഡാർക്ക് സ്പോട്ട് കിട്ടുന്നു? കാരണം എയിൽ നിന്ന് പോകുന്ന വേവും ബിയിൽ നിന്ന് പോകുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2ന്റെ മൾട്ടിപ്പിൾ ആയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഡാർക്ക് സ്പോട്ട്. ഇനി കുറച്ചും കൂടി മുകളിലൊരു പൊസിഷൻ എടുക്കാം, പൊസിഷൻ സി. ഓക്കെ, പൊസിഷൻ സി. So if we say that BC, what is the path difference between that two waves? ഇപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന വേവും എ എന്ന സ്ലിറ്റിൽ നിന്ന് സി എന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഈസ് ഗിവൺ ബൈ ബി സി മൈനസ് എ സി. ഇഫ് ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ, ടേക്ക് ഇറ്റ് ഈസ് ലാംഡ. ഇഫ് ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ, അതായത് ബിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവും എയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് അല്ലെങ്കിൽ ലാംഡയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ we will get a bright fringe. So this is how തോമസ് യങ് ഗെറ്റ് ഡാർക്ക് ആൻഡ് alternate dark and bright fringes കിട്ടിയത്. അതായത് തോമസ് യങ്ങിന് കിട്ടി ആദ്യം പാത്ത് ഡിഫറൻസ് 0 ആവുന്ന പൊസിഷനിൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടി. കുറച്ച് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയി, അവിടെ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടി. ബിക്കോസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരുന്നു. കുറച്ചും കൂടെ മുകളിലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പാത്ത് ഡിഫറൻസ് ലാംഡ ആകുന്ന ഒരു സ്ഥലമെത്തി. ആ സ്ഥലത്ത് വീണ്ടും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കടന്നു, ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടി. സോ ദിസ് കണ്ടിന്യൂസ് ടുവാർഡ്സ് അപ്വാർഡ് ആൻഡ് ഹിയർ ഓൾസോ അടിയിലേക്കും സ്ക്രീനിന്റെ ഡൗൺവേർഡ് പൊസിഷനിലേക്ക് ഇതൊക്കെ തന്നെ നടക്കുന്നു. ഇവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കടന്നു, പിന്നെ കൺസ്ട്രക്റ്റീവ് നടക്കുന്നു. അതായത് ലാംഡ ബൈ 2ന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ ഡിസ്ട്രക്റ്റീവും ലാംഡയുടെ മൾട്ടിപ്പിൾ വരുമ്പോൾ കൺസ്ട്രക്റ്റീവ്. സോ consecutively towards this screen, this will happen. We will get alternate dark and bright fringes. ഓക്കെ, ഈ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റും? ഇപ്പോൾ പറയാം. അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? അത് പറ. ഓക്കെ, ഓക്കെ. അപ്പം മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് ഒന്നും കൂടെ യൂട്യൂബിൽ കയറി കാണാം. കാരണം ഇതാണ് ബേസിക്സ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്താണ്, പിന്നെ ബാക്കി നടക്കുന്ന എല്ലാ ഇന്റർഫറൻസ്, ഓരോ സംഭവത്തിലും നടക്കുന്ന ഇന്റർഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇനി എൻ്റെ ക്ലാസ്സാണ് യൂട്യൂബിൽ നോക്കി കാണുന്നില്ല, ഒരുപാട് സോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കേട്ടിട്ടുണ്ട്, അപ്പോൾ ഗ്യാൻ അക്കാദമി, അങ്ങനെ ഒരുപാട് സോഴ്സസ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഇന്റർഫറൻസ് ഒക്കെ എന്താണ് നന്നായിട്ട് പറയുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. അപ്പം സമയം കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് കാണുക. സോ ആ ബേസിക് ആദ്യം പഠിച്ചു വെക്കുക, ആ കൺസെപ്റ്റ് ആദ്യം നമ്മുടെ മനസ്സിൽ കയറ്റി വെക്കുക. സോ അത് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ വായിച്ചു പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്നാൽ ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. അനസ് റോഷൻ CH. പ്രസന്റ് സർ. അനശ്വർ സുരേന്ദ്രൻ. പ്രസന്റ് സർ. അനുഗ്രഹ്. പ്രസന്റ് സർ. അശ്വന്ത് C. സർ. ധ്യാൻ. പ്രസന്റ് സർ. സഫ. ഫാത്തിമത്ത് സഫ. ഫോൺ വെച്ചിട്ട് പോയാ? ഓക്കെ ഓക്കെ. ഓ, നദ വിളിച്ചില്ല, സോറി. നദ ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ പെട്ടെന്ന് എല്ലാം ഫാത്തിമത്ത് തുടങ്ങുന്നതുകൊണ്ട് മിസ്സായി പോയതാണ്. ഓക്കെ, സന. ഫാത്തിമത്ത് സന. പ്രസന്റ് സർ. ജ്യോതിഷ്. പ്രസന്റ് സർ. കൈലാസ് നാഥ്. കൈലാസ് നാഥ് ഇല്ല? ഓക്കെ. മുഹമ്മദ് മുവാദ് ഫറൂഖ്. മുഹമ്മദ് മുവാദ് ഫറൂഖ് ഇല്ല? പ്രസന്റ് സർ. ശരി. നീഹ ഷിരിൻ.
Present, sir. നിഖിൽ ദാസ്. Present, sir. നിഖിൽ പി ഇല്ല. പ്രണവ് രാജ് കെ. Present. സായന്ത്. Present. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തത് കൈലാസ് നാഥ് കെ. ഓക്കെ, കൈലാസ് നാഥ് ഇല്ലാത്ത തന്നെയാണോ? ഓക്കെ, സോ താങ്ക് യു.